പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചി ഡച്ച് സെമിത്തേരിക്ക് സമീപമാണ്. ഇതാണ് ഡച്ച് സെമിത്തേരി. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊച്ചി പിടിച്ചടക്കി. 1795 ബ്രിട്ടീഷുകാർ ഈ പ്രദേശം പിടിച്ചെടുക്കുന്നതുവരെ, അതായത് ഏകദേശം 132 വർഷത്തോളം അവർ കൊച്ചി ഭരിച്ചു. 1724 ഡച്ച് ഭരണകാലത്താണ് ഈ സെമിത്തേരി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ സെമിത്തേരികളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏകദേശം 104ഓളം ശവകുടീരങ്ങൾ ഇവിടെയുണ്ട്. കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞ ഡച്ച്, ബ്രിട്ടീഷ് സൈനികർ, ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരെയാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ളത്. മറ്റു സെമിത്തേരികളിൽ ഉള്ളതുപോലെ ഈ സെമിത്തേരിയിൽ ഒരു കുരിശ് പോലും ഇല്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. ഈ സെമിത്തേരിയുടെ പരിപാലനം സൗത്ത് ഇന്ത്യൻ ചർച്ച് അഥവാ CSI ആണ് നിർവഹിക്കുന്നത്. സാമൂഹ്യവിരുദ്ധ ശല്യം മൂലം 24 മണിക്കൂറും അടച്ചിട്ടിരിക്കുന്ന സെമിത്തേരി സന്ദർശിക്കുവാൻ പ്രത്യേക അനുമതി വാങ്ങിയാൽ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നതാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മട്ടാഞ്ചേരിയെയും ഫോർട്ട് കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. തുറമുഖ വികസനത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്ന ഈ പാലം 1938 നിർമ്മാണം ആരംഭിച്ചത്. 1940 ആയപ്പോൾ നിർമ്മാണം പൂർത്തിയാവുകയും 1943 ഏപ്രിൽ 13 ഈ പാലം കമ്മീഷൻ ചെയ്തത്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി സർ റോബർട്ട് ബ്രിസ്റ്റോ ആണ് ഈ പാലം രൂപകൽപ്പന ചെയ്തത്. ഈ മട്ടാഞ്ചേരി ഹാർബർ പാലം കപ്പലുകൾക്ക് കടന്നു പോകുവാൻ വിധത്തിൽ സൗകര്യമൊരുക്കുന്ന വിധത്തിലാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കപ്പൽ വരുമ്പോൾ ഇരുവശത്തേക്കും സിഗ്നൽ കൊടുത്ത ശേഷം കൂറ്റൻ കപ്പിയും ഇരുമ്പ് വടവും ഉപയോഗിച്ച് പാലത്തിൻ്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയർത്തുന്ന വിധത്തിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തൂപ്പുംപടി പാലം ചെറുവാഹനങ്ങൾക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുത്തുകൊണ്ട് ചരിത്ര സ്മാരകമായി നിലനിർത്തുന്നു. ഇനി നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്കുള്ള ജങ്കാറിൽ ഒന്ന് യാത്ര ചെയ്താലോ? നമ്മൾ ഇവിടെ നിന്നും 5 കിലോമീറ്റർ പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മളിതാ ജങ്കാറിനുള്ളിൽ കയറിയിരിക്കുന്നു. ഈ ജങ്കാറിൽ 18 കാറുകളും 3 ട്രക്കുകളും 30-ൽ പരം ബൈക്കുകളും 50ഓളം യാത്രക്കാർക്കും കയറുവാൻ സാധിക്കും. കാറുകൾക്ക് 50 രൂപയും ബൈക്കിന് 10 രൂപയും കാൽനടക്കാർക്ക് 3 രൂപയും ഭാരവണ്ടികൾക്ക് 100 രൂപയുമൊക്കെയാണ് ഇവിടെ ചാർജായി ഈടാക്കുക. ഇതിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. ശരാശരി സഞ്ചാര സമയം 10 മിനിറ്റാണ്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇനിയും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.